ഈ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഇപ്പം റീസെൻ്റ്ലി കുറേ എന്താ പറയുക പബ്ലിക് റിയാക്ഷൻ എടുക്കാൻ പോകുന്ന വ്ളോഗേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ മെയിൻലി തമിഴ് വീഡിയോസാണ് ഞാൻ കൂടുതൽ കാണാറ്. അവരുടെ അടുത്ത് ചോദിക്കും, തമിഴ് ബോയ്സിനോട് ചോദിക്കും, മലയാളി പെണ്ണ് വേണോ തമിഴ് പെണ്ണ് വേണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് എടുത്തടിക്ക് മലയാളി പെണ്ണ്. അപ്പോൾ ഇത് അങ്ങനെ കുറേ കണ്ടിട്ടുണ്ട്. ആൻഡ് ഇത് റിലേറ്റഡ് ആയിട്ട് ഞാൻ വേറൊരു വീഡിയോയും കണ്ടു. നമ്മുടെ തമിഴ് ഇൻഡസ്ട്രിയിൽ നോക്കുകയാണെങ്കിൽ അവർക്ക് ഇപ്പോൾ ഒരു തമിഴ് ആക്ടേഴ്സിന് അത്ര സ്പേസ് ഇല്ല, മലയാളികളോ ആക്ട്രസിനെ നോക്കുകയാണെങ്കിൽ അവർക്ക് ഇപ്പോൾ ഒരു ഭയങ്കര പണ്ട് മുതലേ കാണിക്കുന്ന ഓവർ ഫെയർ ആയിട്ട് ഭയങ്കര പോഷ് ലുക്കായിട്ട് നമ്മൾ തമിഴ്നാട്ടിൽ യൂഷ്വലി പോകുമ്പോൾ നമ്മൾ റോഡിലിറങ്ങുമ്പോൾ കാണാത്ത മോഡൽസിനെ പോലത്തെയുള്ള ആളുകൾ. ആൻഡ് അവർക്ക് നല്ല ക്യാരക്ടർ റോൾസ് ചെയ്യണമെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് മലയാളി ആക്ട്രസിനെ കൊണ്ടുപോകുന്നു. ഇപ്പം നമ്മുടെ അപർണ ബാലമുരളി ആണെങ്കിലും രജിഷ വിജയനായാലും അങ്ങനെ ഇവിടുന്ന് ആക്ടേഴ്സ് പോയിട്ടാണ് ഇവിടെ നല്ല ക്യാരക്ടർ റോൾസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്തുകൊണ്ട് തമിഴ് ആക്ട്രസിനെ യൂസ് ചെയ്യുന്നില്ല നല്ല ഇമ്പാക്റ്റ് ഉള്ള റോൾസിൽ നിന്ന് തോന്നിയിട്ടുണ്ടോ? അതായത് ഇതിൽ 1-2 പെർസ്പെക്റ്റീവ്സ് ഉണ്ട്. ഒന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ പിള്ളേർ പറയുന്നു എന്ന് പറഞ്ഞില്ലേ മലയാളി പെണ്ണ്, അതിൻ്റെ ഒരു റീസൺ തമിഴ് സിനിമകളിൽ മലയാളി സ്ത്രീകളെ പ്ലേസ് ചെയ്തിരിക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ്. കുറെ സിനിമകളിൽ അങ്ങനെ ഉണ്ടല്ലോ, നമ്മുടെ ജെസ്സി അടക്കം അങ്ങനെ, അതായത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മലയാളി പെണ്ണുങ്ങളെ പ്ലേസ് ചെയ്തിട്ടുണ്ട് തമിഴ്. ആൻഡ് സിനിമ ഇൻഫ്ലുവൻസ് പീപ്പിൾ സോ മച്ച് എന്നുള്ളതാണ്. പിന്നെ വേറെ ഇപ്പം ഒരു ക്രിയേറ്ററിൻ്റെ സൈഡിൽ നിന്ന് പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ക്രിയേറ്റേഴ്സ് നമ്മളെ ക്യാരക്ടറിന് ആപ്റ്റായിട്ടുള്ള ഒരാളെ ചൂസ് ചെയ്യാന്ന് പറയുന്നത് ചിലപ്പോൾ അവരുടെ മുന്നത്തെ ഒരു പെർഫോമൻസ് കണ്ടിട്ടായിരിക്കും. അപ്പം അവരൊരുപാട് ഇപ്പം എല്ലാവരും ഒരുപാട് മലയാള സിനിമകൾ കാണുന്നുണ്ടല്ലോ. നമ്മുടെ സിനിമകളിൽ എപ്പോഴും പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സിനിമകൾ വരുന്നു, കണ്ടന്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സിനിമകൾ വരുന്നു എന്നുള്ളത് കൊണ്ട് ചില ആക്ടേഴ്സിനെ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയിട്ട് ഇവരുടെ കൂടെ വർക്ക് ചെയ്യണം, ഇവരെ നമ്മുടെ അടുത്ത വർക്കിൽ കൊളാബറേറ്റ് ചെയ്യണം എന്ന് തോന്നുന്നത് വളരെ സ്വാഭാവികമാണ്. ലൈക്ക് നമ്മുടെ കണ്ടന്റ്സും ഒക്കെ അങ്ങനെയാണ് എന്നുള്ളതാണ്. പക്ഷേ ആസ് ആൻ ഇൻഡസ്ട്രി നോക്കുമ്പോഴേ, അപ്പം അവിടെ സിനിമയിൽ അഭിനയിക്കണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അവർക്കിതൊരു വിലങ്ങ് തടിയായിട്ട് ചിലപ്പോൾ തോന്നും. ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ ഇരുന്ന് പറയുമല്ലോ, മലയാളത്തിൽ സ്ത്രീ കഥാപാത്രങ്ങൾ കുറേ എഴുതുന്നില്ല എന്ന് നമ്മൾ പറയുമല്ലോ. അപ്പോൾ ശരിക്കും നോക്കുകയാണെങ്കിൽ ഒരു ക്രിയേറ്ററിൻ്റെ പോയിന്റ് ഓഫ് വ്യൂന്ന് അയാൾക്ക് എഴുതേണ്ട കഥ അയാൾ എഴുതണ്ടേ. പക്ഷെ ഞാൻ ചില സമയത്ത് വിചാരിക്കാണ്ട് ഡെലിബറേറ്റ്ലി കുറച്ച് സ്ത്രീ കഥാപാത്രങ്ങളെ ഇൻക്ലൂഡ് ചെയ്യണം, സോ ദാറ്റ് വിമൻ ആക്ടേഴ്സ് ക്യാൻ ഓൾസോ സർവൈവ്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. നമ്മൾ സിനിമ എന്ന് പറഞ്ഞിട്ടൊരു പാഷന് വേണ്ടി വന്ന് നിൽക്കുമ്പോൾ നമുക്ക് വർക്ക് ഉണ്ടെങ്കിൽ സർവൈവ് ചെയ്യാൻ പറ്റും. അപ്പം അതിന് വേണ്ടി നിങ്ങൾ കുറച്ച് മെനക്കെട്ടിട്ട്, അപ്പം ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കോൺവെർസേഷൻ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞു സ്ത്രീകൾ എഴുതി തുടങ്ങണം. എത്രത്തോളമാണ് നമ്മൾ ആണുങ്ങളെ ലൈക്ക് അവരുടെ ഒരു വേൾഡ് അതാണെങ്കിൽ നമുക്ക് സ്ത്രീകളുടെ വേൾഡിനെ കുറിച്ച് സ്ത്രീകൾ എഴുതണം എന്ന്. ഇപ്പോൾ ലോകയൊക്കെ വന്നപ്പോൾ നമുക്ക് തോന്നുന്നില്ലേ, ഒരു വുമൻ്റെ പേഴ്സ്പെക്റ്റീവ് ഒരു വുമൻ എഴുതിയപ്പോൾ എന്ത് ബ്യൂട്ടിഫുൾ ആയി, എന്ത് രസമായിട്ടാണ് വന്നിരിക്കണം. അപ്പം അതേപോലെ തമിഴിൽ അഭിനയിക്കണം എന്ന് പറഞ്ഞ് നിൽക്കണ ആൾക്കാർക്ക് തോന്നും, എന്തിനാണ് ഇവിടെ ഞങ്ങളെപ്പോലെ ഉള്ള ആക്ട്രസ്സുമാർ അഭിനയിക്കാൻ വില്ലിങ് ആയിട്ട് ടാലൻ്റുള്ള ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ പിന്നെ എന്തിനാണ് മലയാളത്തിൽ നിന്ന് ഒരാളെ കൊണ്ടുവരുന്നത്. പിന്നെ ഇതെനിക്ക് വേറൊരു റീസൺ തോന്നിയിരിക്കുന്നത്, നമുക്ക് തമിഴ് എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് ലാംഗ്വേജ് പോലെയാണ് അല്ലേ, നമുക്ക് പറയാൻ അറിയില്ലെങ്കിൽ കേട്ടാൽ മനസ്സിലാവും. നമുക്കൊരു ഡയലോഗ് എഴുതി തന്നാൽ നമുക്ക് പറയാൻ പറ്റും. ആൻഡ് ഇപ്പോൾ രജിഷ ആണെങ്കിലും അപർണ ആണെങ്കിലും നിമിഷ ആണെങ്കിലും ഒക്കെ വളരെ ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവരുടെ ലാംഗ്വേജ് സ്കിൽസ് ഒക്കെ ഭയങ്കര നല്ല. അപ്പം നമുക്ക് കാണുമ്പോൾ ഒരിക്കലും ഇതൊരു തമിഴ് പെണ്ണല്ലെന്ന് നമുക്ക് തോന്നില്ല. അപ്പോൾ ദർ ഇസ് നത്തിങ് റോങ്. അറ്റ് ദ സെയിം ടൈം ഒരു ഇൻഡസ്ട്രി എന്നുള്ള നിലയ്ക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വേണം താനും അല്ലേ, അവിടുത്തെ ആൾക്കാർക്കും അവസരങ്ങൾ വേണമല്ലോ. അപ്പോൾ അങ്ങനെ എനിക്ക് അങ്ങനെയാ തോന്നിയത് അത് കേട്ടപ്പോൾ. അതുപോലെ ഈ നമ്മൾ ആക്ട്രസിനെ നോക്കുകയാണെങ്കിൽ അവിടെ ഇപ്പം നായകന്മാർ കുറച്ച് ടഫ് ലുക്ക് ഉള്ളവരുണ്ട്. നമ്മുടെ നാച്ചുറൽ ഒരു സ്കിൻ ടോൺ, ഇവിടെ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന സ്കിൻ ടോണ് നമ്മുടെ ഒരു ബ്രൗൺ സ്കിൻ ടോണാണ് നമ്മൾ കൂടുതൽ കണ്ടുവരുന്നത്. നടന്മാർക്ക് അത് കാണും. നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഇൻഡസ്ട്രിയിലല്ല ഞാൻ പറഞ്ഞത്, തമിഴിലാണ് അത് കൂടുതൽ കണ്ടിട്ടുള്ളത്. ബട്ട് നടി എപ്പോഴും ആ പറയുന്ന പോലെ മിൽക്ക് ബ്യൂട്ടി ആയിട്ടാണ് നമ്മൾ എപ്പോഴും പോർട്രേ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അത് എൻ്റെ അടുത്ത് ആക്ച്വലി ഞാൻ ഒരു തമിഴ് മൂവിയിൽ വർക്ക് ചെയ്ത സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന നിരഞ്ജൻ എന്ന് പറഞ്ഞിട്ടൊരു ഫ്രണ്ട്, നിരഞ്ജനോട് ഇത് പറഞ്ഞിട്ടുണ്ട്. ദറ്റ് നിമിഷ ആ സമയത്ത് അപ്പം ജിഗർദണ്ഡ അങ്ങനെ ഒരു മൂവി റിലീസായ സമയമായിരുന്നു. അത് ഹ്യൂജ് ഹിറ്റായല്ലോ അവിടെ. അപ്പോൾ അതിൽ ഈ പറഞ്ഞതുപോലെ ഒരു ബ്രൗൺ സ്കിന്ന് ഒക്കെയുള്ള ഒരു ആക്ടർ വന്നത് ഭയങ്കര ചേഞ്ച് ഉണ്ടാക്കി എന്ന് എൻ്റെ അടുത്ത് നിരഞ്ജൻ ഇങ്ങനെ പറഞ്ഞിരുന്നു. അല്ലെങ്കിൽ പൊതുവെ എന്താ ഇങ്ങനെ ഇറ്റ് ഈസ് ഓൾവേസ് അബൌട്ട് ദറ്റ് സെവപ്പ്
സെവപ്പായിരിക്കണം എന്നുള്ളതാണ് എപ്പോഴും ഒരു ഹീറോയിൻ കോൺസെപ്റ്റ്. പാർമണ്ടയിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും മറ്റേ അങ്ങനെ ഇരിക്കുന്ന, അതെ അതെ. പക്ഷെ ഇത് കുറെ ചേഞ്ചസ് വരുത്തി എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നാം പതുക്കെ പതുക്കെ ചേഞ്ച് ആവുമായിരിക്കും. ആവണം എന്നാണ് കേട്ടോ ഞാൻ പറയണേ. കാരണം എന്താണെന്നറിയോ, അതിനൊരു ഭയങ്കര ബ്യൂട്ടി ഇല്ലേ ആ ഒരു സ്കിൻ ടോണിനും. അവിടെ നമ്മൾ കാണുന്ന, ഇപ്പൊ ഞാൻ ചെന്നൈയിൽ പഠിച്ച സമയത്ത് നമ്മുടെ തൊട്ട് ഓപ്പോസിറ്റ് ഇതുപോലെ ഒരു സ്ലം പോലത്തെ ഒരു ഏരിയ ഉണ്ടായിരുന്നു. ആ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് മാത്രമേ അങ്ങനത്തെ ഒരു ബോഡി സ്ട്രക്ചറും അവരുടെ സ്ലാങ്ങും അവരുടെ വർത്തമാനത്തിൻ്റെ ത്രോയും അവരുടെ എല്ലാം ഡിഫറെൻ്റ് ആണ്. മൊത്തത്തിൽ അവരെ കൾച്ചറും അവരെപ്പോഴും ഇങ്ങനെ നല്ല വലിയ പാദസരമൊക്കെ ഇടും, നിറയെ മിഞ്ചിയൊക്കെ ഇടും, മുഖമൊക്കെ എപ്പോഴും മഞ്ഞ കളറായിരിക്കും, നല്ല താലിയൊക്കെ ഉണ്ടാവും, മുടി എപ്പോഴും ഇങ്ങനെ പിടിച്ച് കെട്ടിണ്ടാവും, അല്ലെങ്കിൽ മെടഞ്ഞിട്ടിട്ടുണ്ടാവും. അങ്ങനെ പൂവ് എപ്പോഴും വെക്കും. പിന്നെ പൊതുവെ കുറച്ചൊരു വൈഡർ ഹിപ്പൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞ ഓരോ നാട്ടിലും അവരുടെ റെപ്രസെന്റേഷൻ വരണമല്ലോ. അതെ, ശരിക്കും എനിക്കൊന്ന് പക്കാ ഒരു തമിഴ് വുമനെ നമ്മള് അങ്ങനെ നായികയായിട്ട് കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. അങ്ങനെ വരണം, മേ ബി ഉണ്ടായിരിക്കാം. ഞാൻ കൂടുതൽ നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല അല്ലേ. പിന്നെ പറയാനുള്ളതാണെങ്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ നാഷണൽ അവാർഡ് പ്രഖ്യാപിച്ച സമയത്ത്, അത് റൈറ്റ് ആയിട്ടുള്ള രീതിയല്ല കേരള സ്റ്റോറിക്കൊക്കെ വന്ന സമയത്ത്. ഇപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് അവാർഡ് വന്നപ്പോഴത്തേക്ക് എങ്ങനെയാണ് അഭിപ്രായം? സ്റ്റേറ്റ് അവാർഡ് വന്നപ്പോൾ എനിക്ക് അങ്ങനെ അതൊരു എന്താ പറയുക, കോംപ്രമൈസ്ഡ് ആയ പോലെ ഒന്നും തോന്നിയില്ല. അതായത് കോംപ്രമൈസ്ഡ് അവാർഡാണ്, ഇങ്ങനെയാണെങ്കിൽ കൊടുത്തേക്കാം, ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ എനിക്ക് പേഴ്സണലി തോന്നിയില്ല കേട്ടോ. പിന്നെ പക്ഷേ നാഷണൽ അവാർഡിൻ്റെ കാര്യത്തിൽ ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് ദെയർ അജണ്ട. അത് മാത്രമല്ല, അത് പ്രോബ്ലമാറ്റിക് ആണെന്ന് നമ്മളെല്ലാവരും കോൾ ഔട്ട് ചെയ്തതാണ് മലയാളത്തിൽ. അത് മാത്രമല്ല, അതൊരു വളരെ മോശം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ എസ്തറ്റിക്കലി ഒക്കെ മോശമായിട്ടുള്ളൊരു ക്രാഫ്റ്റും കൂടിയായിരുന്നു. അപ്പം അതിന് കിട്ടുന്ന അപ്രിസിയേഷൻ എനിക്ക് ഭയങ്കര അത്ഭുതം ഉണ്ടാക്കി. നമ്മളൊരു നാട്ടിൻ്റെ ഒരു കാര്യം പറയുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ നമ്മൾ കാണുമ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പോലെ വേണ്ടേ, നമ്മുടെ കഥയാണല്ലോ അവർ പറയണേ. അപ്പോൾ അതില്ല. ക്യാമറയൊക്കെ ഭയങ്കര മോശമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയത്. നമ്മുടെ ഒരു എന്താ പറയുക, ഒരു സിനിമയുടെ പോലും ക്വാളിറ്റി ഇല്ലാത്ത പോലത്തെ സാധനമാണ് എനിക്ക് തോന്നിയത്. അപ്പം ഐ ഫീൽ വെരി ബാഡ് വെൻ ആർട്ട് ഇസ് യൂസ്ഡ് ഫോർ അജണ്ട. പൊളിറ്റിക്കൽ അജണ്ടയ്ക്ക് വേണ്ടി, റിലീജിയസ് അജണ്ടയ്ക്ക് വേണ്ടിയിട്ട് കലേനെ യൂസ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര വിഷമമാണ്. എനിക്ക് സങ്കടം വരും അത് ആലോചിക്കുമ്പോൾ. ഞാൻ വിചാരിക്കുന്ന ആർട്ട് സപ്പോസ് ടു ഹീൽ പീപ്പിൾ. നമ്മൾ ഇപ്പം ആർട്ടിസ്റ്റുകൾ പറയും അവർ ദേ ഗോ ടു ഹെവൻ ആൻഡ് ഹെൽ ടു ഹീൽ പീപ്പിൾ. രണ്ടിൽ കൂടെയും അവർ പോവും. അപ്പോൾ അവരുണ്ടാക്കുന്ന ആ ഒരു സാധനം ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 3 മണിക്കൂർ ആൾക്കാർക്ക് ലൈഫിൽ നമ്മൾക്ക് വെറുതെ തോന്നുക നമുക്കൊരു സിനിമയിൽ നിന്നൊന്നും കിട്ടുന്നില്ല. ഒരു നല്ല സിനിമ കണ്ടാൽ നമ്മൾ ഹീലാവും. ഒരു നല്ല ആർട്ട് മ്യൂസിയത്തിൽ പോയി വരുമ്പോൾ വി ഫീൽ ഗുഡ് അല്ലേ. അത് ആർട്ടിന് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞ മ്യൂസിക് ആണെങ്കിലും ഡാൻസ് ആണെങ്കിലും എന്ത് ആർട്ട് ഫോം ആണെങ്കിലും. ഇപ്പോൾ സ്പോർട്സിനും അങ്ങനത്തെ ഒരു ഇതുണ്ട്. ലൈക്ക് ഇഫ് യു വോണ്ട് ചേഞ്ച് സംതിങ് ഗോ ഡു എ സ്പോർട്ട് എന്ന് പറയും. അതേപോലെ അപ്പം അങ്ങനെയുള്ളൊരു കലേനെ ഇങ്ങനെ എടുക്കുന്നത്, അതേപോലെ ഇത്രയും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു അവാർഡ് ഇത്രയും കോംപ്രമൈസ്ഡ് ആക്കുന്നത്, അതിലൊക്കെ എനിക്ക് ഭയങ്കര പ്രതിഷേധം തോന്നി അന്ന്. ഞാൻ പറയണേ ടു ആൻ എക്സ്റ്റെൻറ്റ് നമുക്കിതിപ്പോൾ ഒരു 3 വർഷമൊക്കെ ആയിട്ട് നമുക്കിത് ഇറ്റ്സ് വെരി എവിഡൻറ്റ് ദാറ്റ് ഇറ്റ്സ് കോംപ്രമൈസ്ഡ്. അപ്പോൾ അത് ഇത്രയും മോശം ഒരു സാധനത്തിന് കൊടുക്കുക, ഇത്രയും റോങ് ആയിട്ടുള്ളൊരു മെസ്സേജ് പാസ് ചെയ്യുന്ന ഒരു സാധനത്തിന് കൊടുക്കുക എന്നൊക്കെ പറയുന്നത് എനിക്ക് ഭയങ്കര മോശമായിട്ട് തോന്നി. പക്ഷെ സ്റ്റേറ്റ് അവാർഡിൻ്റെ കാര്യത്തിൽ എനിക്ക് നമ്മുടെ ദേവനന്ദ ഇട്ടിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക്. അതെനിക്ക് പേഴ്സണലി തോന്നിയതേ മുന്നേ ഉള്ള വർഷങ്ങളിൽ അല്ലെങ്കിൽ മുന്നേക്കുള്ള ഉള്ള സമയത്ത് എനിക്ക് തോന്നുന്നു കുട്ടികളുടെ സിനിമ എന്ന് പറഞ്ഞ കുറച്ച് സിനിമകൾ വരുമായിരുന്നു. മേ ബി അങ്ങനത്തെ ഒരു പോസിബിലിറ്റീസ് ഞാനിപ്പം 1-2 സിനിമകൾ ഇങ്ങനെ ആൾക്കാർ മെൻഷൻ ചെയ്യുന്നത് കേട്ടു. പക്ഷെ അതിലൊന്നും ചിലപ്പോൾ അവർക്ക് വേണ്ട പോലെ, അതായത് ഒരു അവാർഡ് കൊടുക്കണം എന്ന് തോന്നുന്ന പോലുള്ളൊരു സാധനം എനിക്കും പേഴ്സണലി ഫീൽ ചെയ്തില്ല. അതായത് ഞാൻ പറഞ്ഞത് ഒരു ഭയങ്കര എഫേർട്ട് എടുത്തു. ഒരു കുട്ടികളുടെ ചിത്രം എന്നുള്ള നിലയിൽ ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തതിൽ ഒരു കുട്ടി ഭയങ്കര നന്നായിട്ട് പെർഫോം ചെയ്തു. നമ്മൾ വെറുതെ ഒരു അവാർഡ് കൊടുക്കുന്നതിനെക്കാട്ടിലും എപ്പോഴും അതിനൊരു വാല്യൂ ഉണ്ടല്ലോ. അപ്പോൾ ആ വാല്യൂവിന് പറ്റുന്ന പോലെ കൊടുക്കാമെന്ന് വിചാരിച്ചതായിരിക്കാം. ആൻഡ് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഇപ്പം കുട്ടികൾക്ക് അത് ചിലപ്പം അല്ല, ഇപ്പം ഞാൻ പറഞ്ഞ അയ്യോ കുട്ടികൾക്കൊന്നും കൊടുത്തില്ല അങ്ങനത്തെ വിഷമമൊക്കെ ആൾക്കാർക്ക് ഉണ്ടാവാം. ബട്ട് ഐ വുഡ് സേ ദറ്റ് ബി മോട്ടിവേറ്റഡ് ടു മേക്ക് മൂവീസ് വെയർ കുട്ടികൾക്ക് കുറച്ചും കൂടെ പെർഫോം ചെയ്യാൻ പറ്റണേ, അല്ലെങ്കിൽ കുട്ടികളുടെ സിനിമ, കുട്ടികളുടെ മാനസിക തലങ്ങളിലൂടെ സഞ്ചരിക്കുന്ന സിനിമയൊക്കെ വന്നാൽ അത് നല്ലതല്ലേ. അങ്ങനെ നമുക്ക് എല്ലാ സമയവും നമ്മളിങ്ങനെ വെറുതെ കുട്ടികൾക്ക് അവാർഡ് ഒരു കാറ്റഗറി ഉണ്ട് അതുകൊണ്ട് നമുക്ക്
കണ്ട് കൊടുത്തേക്കാം എന്ന് വിചാരിക്കും. എനിക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല. ഇല്ല. അപ്പം നമ്മൾ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു. ശരിക്കും 1 hour എബോവ് ആയി, പക്ഷെ എനിക്ക് ടൈം പോയത് മനസ്സിലായില്ല. അപ്പോൾ എന്തായാലും ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് എനിക്കൊരു നല്ലൊരു ഹഗ് തരണം എന്നുണ്ട്. ബിക്കോസ് എനിക്ക് ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ഇമാജിൻ ചെയ്യുന്ന കൂട്ടത്തില്ല ഒരാളൊരു സ്റ്റോറി പറയുമ്പോൾ. അപ്പോൾ ഇങ്ങനെ ആ ഓരോ സീൻ ബൈ സീൻ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ എനിവേ നമ്മുടെ കൂടെ ഇത്രയും നേരം സംസാരിച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.